ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലപ്പുറത്ത് നടന്ന ഒരു ന്യൂസുമായിട്ടാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു വീട്ടിൽ ഒരു ഉമ്മാമായും ഒരു ഇത്തായും ഒരു ഉമ്മായും ഉണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി 12 മണി ഏകദേശമായിരുന്നു. അപ്പോൾ താത്ത എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, കുറച്ച് വെള്ളം കൊണ്ടുവരാൻ. അപ്പോൾ താത്ത പറഞ്ഞു, എനിക്ക് കുറച്ച് ഹോംവർക്ക് ചെയ്യാനുണ്ട്, ഉമ്മ പോയി എടുക്കാൻ. അങ്ങനെ താത്ത വർക്കൊക്കെ കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞിട്ട് ഉറങ്ങി. പിറ്റേന്ന് രാവിലെ ചെന്ന് നോക്കുമ്പോൾ ഉമ്മ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ താത്ത വിചാരിച്ചു, സാധാരണ എന്നും ഇതേ കണക്ക് നിസ്കരിച്ചിട്ട് കിടക്കുമെന്ന്. അതേ കണക്കാണെന്ന് താത്തക്ക് തോന്നി. അതുകൊണ്ട് താത്ത ഉമ്മാനെ വിളിക്കാതെ ഉമ്മമാരുടെ ഭക്ഷണവും കൊണ്ട് സ്കൂൾക്ക് പോയി. കുറേ നേരം കഴിഞ്ഞപ്പോൾ താത്തനെ വിളിക്കാൻ വേണ്ടി സ്കൂൾക്ക് കുറച്ച് ആൾക്കാർ വന്നു. അപ്പോൾ മോളോട് പറഞ്ഞു, വീട്ടിൽ ഒരു സംഭവമുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ വേഗം. അപ്പോൾ താത്ത വിചാരിച്ചു, ഉമ്മമാർക്ക് എന്തെങ്കിലും അസുഖം പിടിച്ച് വയ്യാതായിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ താത്ത എൻ്റെ ഉമ്മമ്മ എന്നും വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി. അപ്പോൾ ഉമ്മമ്മ ഒരു കട്ടിൻ്റെ അരികിൽ കസേരയിട്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ കട്ടിയിൽ നോക്കുമ്പോൾ ഒരു വെള്ള തുണിയും വെച്ച് ആരോ കിടക്കുന്നു. താത്ത പുതപ്പ് മാറ്റി നോക്കുമ്പോൾ അത് താത്തയുടെ ഉമ്മയായിരുന്നു. അപ്പോൾ താത്ത അവിടെ ബോധം കെട്ട് വീണു. ഉമ്മ രാത്രി വെള്ളം ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തില്ല. അതുകൊണ്ട് എന്നും ആ താത്ത സുഖമില്ലാതെ കിടക്കുകയാണ്. ഇതിൽ നിന്ന് നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ എത്ര പഠിച്ചിട്ടും ഒരു കാര്യവും ഉമ്മമാർ നമ്മോട് എന്ത് ചോദിച്ചാലും അത് അപ്പോൾ തന്നെ കൊടുത്തിരിക്കണം. ഉമ്മമാർ മാത്രമല്ല, ആര് ചോദിച്ചാലും നമ്മൾ കൊടുത്തിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.